അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് ബ്ലോഗിങ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ പൾസർ ബൈക്കിലാണ് പോകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസ് ക്ലബ് ഓഫ് ബാംഗ്ലൂരിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഉള്ള സ്ഥലമുണ്ട്, പാർക്കിംഗ്. പക്ഷേ ഇവിടെ അല്ല ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ടുവച്ചത്. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടുമ്പോൾ എന്തൊരു സുഖം കേട്ടോ. ഇവിടെയാണ് എൻ്റെ വണ്ടി വെച്ചിരുന്നത്. ഇതിപ്പോൾ ആരും നോക്കാൻ പോകുന്നില്ല, അതൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കബ്ബൺ പാർക്ക്. കബ്ബൺ പാർക്ക് ബാംഗ്ലൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പാർക്കാണ്. നല്ല വിസ്തൃതിയുണ്ട്, നല്ല വിശാലമായിട്ട് കിടക്കുകയാണിത്. ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ആണ്. ഇതാണ് കണ്ട, നോ പാർക്കിൻ്റെ മൂട്ടിൽ തന്നെ പാർക്കിംഗ്. എന്ത് സുഖം ഇത്. ഇവിടുത്തുള്ള അതോറിറ്റീസ് മണ്ടന്മാർ ഈ നോ പാർക്കിംഗ് മറ്റേ അവിടെ പാർക്കിംഗ് ആക്കി. എന്താണ് ഇവർക്ക് കുഴപ്പം? ഇവിടെ വണ്ടികളിവിടെ കൊണ്ടിടാതെ വണ്ടികൾ വന്ന് തലയിൽ കയറ്റി വെക്കും. അത് ഇവിടെ വണ്ടികളിടാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ സ്ഥലം അവർ സെപ്പറേറ്റ് കൊടുത്തിട്ടുമില്ല. പിന്നെ അവർക്കങ്ങനെ ഈ സൈൻ ബോർഡ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലായിടത്തും പേ ആൻഡ് പാർക്കിംഗ് പറയേണ്ട അവിടെ നോ പാർക്കിംഗ് സിഗ്നൽ ഒട്ടിച്ചേക്കുന്നു. അതുകൊണ്ടോ ഓത്തോടെ ഇൻ്റർവ്യൂട്ട് പോകുമ്പോഴാണ്. ഇവിടെ ഫീസൊന്നുമില്ല, ഇവിടെ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ 3 കൈവഴിയായിട്ട് പോവാം. ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് നേരെ, ഒന്ന് ലെഫ്റ്റിലോട്ട്. നമുക്ക് എങ്ങോട്ട് പോകണം? സൂര്യൻ്റെ വഴി പിടിച്ചു പോകാം. ഓക്കെ. നോക്ക്, വിശാലമായിട്ട് കിടക്കുകയാണ്. വിശാല മനസ്കത പോലെ. അപ്പോൾ നമുക്ക് നടക്കാം, മുന്നോട്ട് പോവാം. എനിക്ക് ഈ ഐഡിയ മുന്നേ എന്തുകൊണ്ട് തോന്നിയില്ല? ഇതുപോലെ ഇങ്ങനെ വ്ളോഗിങ് ചെയ്യാം. നമുക്ക് പല ആൾക്കാർ നമ്മൾ ഈ കബ്ബൺ പാർക്കും നമ്മളീ ഓരോ സ്ഥലങ്ങളൊക്കെ കേൾക്കും. പക്ഷേ നമുക്ക് കാണിക്കുമ്പോൾ നമുക്കൊരു സുഖം. ഇവിടെ ഞാൻ നേരത്തെയൊക്കെ മിക്കവാറും ഉള്ള ദിവസങ്ങൾ നടക്കാൻ വരികയായിരുന്നു. അപ്പോൾ പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ എണ്ണിക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ വരുന്ന വരവൊക്കെ നിർത്തിയായിരുന്നു. അത് പിന്നെ ഇപ്പം നടക്കാൻ തുടങ്ങിയത് വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും ഒന്ന് കാണിക്കണം. കബ്ബൺ പാർക്കിൽ വരുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ ഈ സ്ഥലം എന്താണ്, ഏതാണ്, ഇവിടെ എന്തൊക്കെയുണ്ട്, കാണാൻ എന്താണുള്ളത്. ഇത് കണ്ടോ, എന്തോ സ്മെല്ല്. ഒരു കുഞ്ഞൊരു ബ്രിഡ്ജ് പോലെ കണ്ടോ. ഇതേ ഒരു ബോബോ നിൽക്കും, ഐസൊലേഷൻ പറ്റിയാണ്.
ഈ സൂര്യൻ്റെ ഈ റേസ് ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ. ആ പട്ടിൽ അങ്ങനെ കമ്പുടിച്ചോണ്ട് പോകുന്ന ആളുണ്ടോ അപ്പൂപ്പ. നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ 1 അല്ല 1.5 കാണണേ. 1 കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും തീരുമില്ല. ഞാനിവിടെ ഫുള്ള് നടന്ന് ഇടത്തോടെ നോക്കി അവിടെ നോക്കി നല്ല കാഴ്ചയാണ്. അവിടെ നോക്കി നല്ല പാറക്കെട്ട്, ആ പാറയുടെ മേളിൽ മെഡിറ്റേഷൻ ഇരിക്കാം. പിള്ളേർ ചില സമയത്ത് സ്കൂൾ പിള്ളേരൊക്കെ വരുമ്പോൾ അതിൻ്റെ മേളിലാണ് മുഴുവൻ. ഇന്ന് സ്കൂൾ പിള്ളേരൊന്നുമില്ല, ഇന്ന് അവധി ദിവസമല്ലല്ലോ, ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ. ഇത് ഒരു പട്ടി പോകുന്നു, ഈ ചുണ്ടൻ പട്ടി. ഇത് പട്ടികളുടെ കളി. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ജസ്റ്റ് നടന്നിട്ട് ഒരു 200, അവിടെ നമ്മുടെ ഗേറ്റിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 300-400 മീറ്റർ ബസ്. ഇതാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു പബ്ലിക് ടോയ്ലറ്റാണ്. പബ്ലിക് ടോയ്ലറ്റ് പക്ഷേ പേയ്ഡ് യൂസാണ്. പൈസ കൊടുത്ത് ഇവിടെ ഫ്രീ ഒന്നുമില്ല. ബാംഗ്ലൂരിൽ എവിടെ ചെന്നാലും ഇവിടെ ഫ്രീ ഒന്നുമില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ പിന്നെ ഇവിടുത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നല്ല ഹെൽപ്പ് മെൻറ്റാലിറ്റിയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട് ഹെൽപ്പ് മെൻറ്റാലിറ്റി പറ്റി അധികം പറയുന്നില്ല. ചേട്ടാ ഒരു പയ്യൻ അവിടെ ഇവിടെ ഒരു അല്പം നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ്. കൊള്ളാം. ഇതാണ് ആ പറഞ്ഞ പാറക്കെട്ട്. 2 പിള്ളേർ പയ്യന്മാർ, ഒരു പയ്യനും വേറെ ചെറുക്കൻ. ഇവിടുന്ന് ഈ 2 വഴിയുണ്ട്. ഒന്ന് ഇവിടുന്ന് വേണമെങ്കിലും പോവാം, ഇവിടുന്നും പോവാം. ഇവിടുന്ന് പോയ ചെറിയ ബ്രിഡ്ജ് വഴി വേണം പോവാൻ. പക്ഷേ ആ ബ്രിഡ്ജ് കാണാൻ നല്ല രസമുണ്ട്. അവിടുന്ന് പോയാൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ഒരു ചെറിയ കുളമുണ്ട്. പക്ഷേ ആ കുളം അത്ര രസമുള്ളതല്ല. കുഴപ്പമില്ല, വൃത്തിയില്ല. അതാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ല സ്പോട്ടായിരുന്നു അത്. ഫോട്ടോയൊക്കെ എടുക്കാനും ഒരു ആമ്പലൊക്കെ വളർത്തിയാൽ, ആമ്പലോ താമരയൊക്കെ വളർത്തി അവിടെ നല്ല രസമുള്ള സ്ഥലമാണ് ഇത്. കണ്ട് കാണുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടുമുണ്ട്. അയ്യോ, നേരത്തെ ഇവിടെ വെള്ളമായിരുന്നല്ലോ 2 സൈഡിലും. ആ വെള്ളമൊക്കെ പോയി ചെടികൾ വളർന്നു. ഇത് വലിയ വലിയ പോച്ചകൾ. വെള്ളം ഇപ്പോൾ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അവിടെ ചെടികളെല്ലാം കിളിച്ച് വന്നപ്പോൾ വെള്ളമെല്ലാം അങ്ങ് പോയി. കൊള്ളാം. സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. വെറുതെ വന്ന് നിൽക്കാനൊക്കെ കൊള്ളാം. ഇത് മുളയുടെ ഒരു സ്ഥലം, മുളയുടെ കൊട്ടാരം പോലെ ഇരിക്കും. കൊള്ളാം. ഇത് നോക്ക്, 2 സൈഡിലും മുള ഇങ്ങനെ കൊള്ളാം. ഈ ഒരു ഇടനാഴി പോലുള്ള രസമുണ്ട്. ഈ മരം കണ്ടോ? നമ്മളിലെ സിനിമയിലെ കാണുന്ന പോലെ മേലോട്ട് ലൈറ്റ് വന്നിട്ട് ഷോക്ക് അടിച്ച പോലെ. ആലിൻ്റെ ഇതുണ്ടോ നോക്കി, കൊള്ളാം.
അയ്യോ, ഒരു പാവ വവ്വാൽ ഇത് ചത്ത് കിടക്കുന്നു. ഷോ, ഇതേ നമ്മൾ മുന്നേ കണ്ട ആ സ്ഥലമുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 2 വഴിയുണ്ടെന്ന്. നമ്മൾ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം. നമ്മുടെ മറ്റേ ആ കുളമുള്ള സ്ഥലം, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ വെള്ളത്തിന് സംവിധാനമൊക്കെ വന്നു, കൊള്ളാമല്ലോ. വാട്ടർ സ്പ്രിങ്ക്ലിങ് സംഭവം വന്നല്ലോ, കൊള്ളാം. ഒരു സൂപ്പർ ആക്കമാണല്ലോ, കൊള്ളാം. മുന്നത്തെക്കാളും ഇപ്പം ഒരല്പം വൃത്തിയുണ്ട്. നേരത്തെ ഇതൊക്കെ എന്തുമായിരുന്നു, ഇവിടെയൊക്കെ മൊത്തം അലമ്പായി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ്, ജസ്റ്റ് ഒരു 2 ആഴ്ച മുന്നേ, 2 ആഴ്ച മഞ്ഞുമുണ്ട്, 2 ആഴ്ച മഞ്ഞുമുണ്ട്. എന്നാലും ഇവിടെ വൃത്തിയിടാണ്. ഈ സൈഡ് നോക്കി ഒരുമാതിരി ആലമ്പായിട്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇപ്പോൾ ഈയിടെയായിട്ട് അല്പം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഈ സൈഡും കൊള്ളാം. പക്ഷെ നല്ല വെള്ളത്തിന് ആ ഒരു കളർ ഒരു വല്ലാത്തൊരു കളറാണ്. കാണുമ്പോൾ ഒരു വൃത്തി, ഒരു അത്ര സുഖം തോന്നുന്നില്ല. കുഴപ്പമില്ല, എന്നാലും ഇവിടെ നിൽക്കാനൊരു രസമുണ്ട്. ഇവിടെ അറിയാൻ നേരത്തെ നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഓരോന്നൊക്കെ കൈയും കാലമൊക്കെ ഇങ്ങനെ പൊക്കി. ഇപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇന്ന് വേണ്ട. ഇന്നിപ്പോൾ ചെയ്യാൻ ഒരു മൂഡില്ല. നോക്ക്, ഈ സ്ഥലം ഒരു നല്ല അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ വെറുതെ വന്നിരിക്കാൻ കൊള്ളാം. ഇവിടെയൊക്കെ ഈ പടിപടി പോലെ ഈ ഇരിപ്പിടം പോലെ വെച്ചിട്ടുണ്ട്. ഈ ഇരിപ്പിടം പോലെ ഉള്ളടത്ത് ഇരുന്ന് പിന്നെ വെറുതെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസം അറിയാം. ഇപ്പം എനിക്ക് തോന്നി കബ്ബൻ പാർക്കിലെ മെയിൻ ഇപ്പം നല്ലൊരു അട്രാക്റ്റീവ് സ്പോട്ട് ഇതാക്കിയിട്ടുണ്ട്. കൊള്ളാം. ആ മരത്തിൻ്റെ ആ മൂടുണ്ടോ, ആ ഒരു രസമുണ്ട് കാണാൻ. അയ്യോ, കാണുന്നില്ലേ? നോക്കി നേരെ കാണുമ്പോൾ നല്ല ഒരു വ്യക്തതയുണ്ട്. ഇപ്പം നല്ല വ്യക്തത തോന്നില്ല. ലൈറ്റിൻ്റെ ആണോ സംശയമുണ്ട്. അതെ. നേരത്തെ ഈ സ്പോട്ടൊക്കെ മഹാലമ്പായിട്ട് നടക്കുക. ഇവിടെ നമുക്ക് നല്ല വൃത്തിയാക്കി. കൊള്ളാം. പെട്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഡിസിഷനും ഓരോന്നൊക്കെ ചെയ്യുന്നത്. കാണിക്കാതെ എനിക്ക് ഈ റേസൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സൂര്യൻ്റെ റേസ് വരുന്നത് കണ്ടോ, കൊള്ളാം. ഇവിടെ ഒരു പിള്ളേരുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, എവിടെയാണെന്ന് തോന്നുന്നു. ഇവിടത്തേക്ക് ആൾക്കാരെ കാണുമ്പോൾ പാവാൻ തോന്നുമെങ്കിലും ഇമ്മറൊക്കെ പൂത്ത പൈസയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയൊക്കെ മിക്കവാറും ഇവിടെയൊക്കെ ഉള്ള ഈ കേട്ടിട്ടില്ലേ, ചിലമാരുടെ വീട്ടിൽ 3-4 കാറുകളൊക്കെ, അത് അങ്ങനെയൊക്കെ ഉള്ളവർ മൊത്തം ബാംഗ്ലൂരിലാണുള്ളത്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുടെ വീട്ടിൽ തന്നുണ്ട് 4-5 കാറുകൾ.
അവർക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ നമുക്ക് അവരെ അറിയാം. ഇവിടുത്തെ സ്പോട്ടാണ്, ഇരിക്കാൻ കൊള്ളാണ്. ഇതിവിടെ ഉണ്ട്, കൊള്ളാം. ഇത് നോക്കുക, ഇത് ഇവിടുത്തെ നല്ലൊരു സ്പോട്ടാണ്. ഇത് സൂപ്പർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള സ്പോട്ട്. കൊള്ളാം. അയ്യോ, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. ഓക്കെ. ഒരു ശിവജി മഹാരാജിൻ്റെ ഫോട്ടോ, സോറി പ്രതിമ. ശിവജി മഹാരാജ് അല്ല കേട്ടോ, അത് വേറെ ദൂരത്തിനാണ്. ഇവിടുത്തെ ആൾക്കാർ ഇരിപ്പിടം ഇരിക്കുന്നിങ്ങനെ. ചിലപ്പോൾ ഈ വെറ്റാണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ ചിലപ്പോൾ ഭംഗിയുണ്ട്. നേരത്തേക്ക് ഇവിടെ ചിലപ്പോൾ പൊടിയൊക്കെ പിടിച്ച് കിടന്നപ്പോൾ അത് രസമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല പച്ചപ്പും ഒരു രസമുണ്ട് ഇപ്പോൾ ടോട്ടലി കാണാൻ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങൾ കൊള്ളാം. പിള്ളേർ അവിടെ നിന്ന് ടെന്നീസ് കളിക്കുന്നു. ഒരു പട്ടിക്കുട്ടി പാവം. നമ്മളിപ്പോൾ ഈ കബ്ബൺ പാർക്കിൻ്റെ ഇടയിലോട്ട് ഇടയ്ക്കിടയ്ക്കോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. റൗണ്ടേ ചെയ്യുന്നുള്ളേ. മരത്തിൻ്റെ പോക്ക് നോക്കി, ചരിഞ്ഞ് കിടക്കുന്നത്. ഇത് വീഴാറായ മരമാണ് ഇത്. അത് മരത്തിൻ്റെ പണ്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നു. കൊള്ളാം. ഒരു അപകട ഫീലിംഗ് ഉണ്ട് ഈ മരത്തിന്. ഇത് ഒരു പനക്കുളം. ചതുപ്പാണ് തുടങ്ങിയത്. കൊള്ളാം. ഇവിടെ നിൽക്കുമ്പോൾ കിളികളുടെ എല്ലാം ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ എന്ത് രസമാണ്. ആഹാ, നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഒന്നും കേൾക്കാത്ത സ്ഥലത്തേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. മൗനമായ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ എങ്ങനെയായിരിക്കും? ഒരു സുഖം ഉണ്ടാകത്തില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും സൗണ്ട് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഒരു രസമുള്ളൂ. ഇതുണ്ട് മണ്ടയില്ലാത്തൊരു ചെടിയല്ല, മരം. ഇത് മണ്ടയില്ലാത്ത എന്താണ്? വെട്ടി വെച്ചേക്കുവാണ് സംഭവം. ഓക്കെ, എന്തൊക്കെയോ കമ്പുകളൊക്കെ ചെറിയ കുത്തി വെച്ചേക്കണം. അത് അങ്ങോട്ടൊക്കെ ഉണ്ടേ പോവാൻ, നടക്കാനൊക്കെ ഉണ്ടല്ലോ. ആ പോകുന്ന വഴികളുണ്ടല്ലോ, അങ്ങോട്ടും ആൾക്കാർക്ക് പോവാം. കൊള്ളാം. ഈ കുളത്തിൽ വെള്ളമൊന്നുമില്ല കേട്ടോ, വെറുതെ ഉണ്ടാക്കിയിട്ടേക്കോ. പക്ഷെ ചുറ്റും കൊള്ളാം. അങ്ങോട്ട് നേരെ പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെ അപ്പുറത്ത് മെയിൻ റോഡാണ്. ആ നേരെ കാണുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തോട്ട് മെയിൻ റോഡാണ്. പിന്നെ ഈ കാണുന്ന അതും ഇത് ആ വേലിക്കപ്പുറം കാണുന്ന അതും കബ്ബൺ പാർക്കിൻ്റെ ഭാഗമാണ്. അവിടെ നടക്കാം. ഇതിനിപ്പുറം നടക്കാം. ഈ രണ്ട് സൈഡിൽ നടക്കാം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നടക്കാൻ പറ്റും. എവിടെ കാണുന്നില്ലേ? ഓക്കെ, അതിൻ്റെ ഇടത്തും വലത്തും നടക്കാൻ പറ്റും. അങ്ങോട്ട് നടക്കാൻ പറ്റും. അവിടെ ഒരു എൻഡിങ് ആണ്.
മാർത്തം റോഡ് എത്തുന്ന സ്ഥലമാണ്. പിന്നെ ഇതും ഇതിനകത്ത് പറഞ്ഞില്ല, അപ്പുറത്തുനിന്ന് എൻ്റെ ഇടത്തും വലത്തും പോകാന്നുള്ളത്. ആ വലത്തോട്ടുള്ള ഭാഗമാണ് ഇത്, ഈ സ്ഥലം. ഇത് കാണുന്നത് അതിൻ്റെ നമ്മുടെ എല്ലാത്തിനും ഒരു ഇടയ്ക്കായിട്ടുള്ള സ്ഥലം. ഇത് ഈ കാണുന്ന സ്ഥലം. അവിടെ ആൾക്കാരൊക്കെ ഒത്തിരി പണിയെടുത്തിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കബ്ബൺ പാർക്കിൻ്റെ ഹൃദയ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഹൃദയം ഇവിടുത്തെ ഹേർട്ട് എന്ന് പറയുന്നത് ഇവിടാണ്. ഇവിടുന്ന് നമുക്കിങ്ങനെ വന്ന് നമ്മളിപ്പോൾ ടൂർ പോലെ വരുവാണെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ പറഞ്ഞ വഴിയല്ല വരേണ്ടത്, അവിടുന്ന് വെളിയിൽ കൂടെ ഇടത്തോട്ട് നടക്കണം. വെളിയിൽ കൂടെ, അതെ, നമ്മളവിടെ മുന്നിൽ കൂടെ കാണുമ്പോഴേ അവിടെ വലത്തോട്ട് നടന്നിട്ട് വേണം മുന്നോട്ട് വരാൻ. വലത്തോട്ട് നടന്നിട്ട് നമ്മൾ വന്നാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കി, കാണുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കബ്ബൺ പാർക്കിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഭാഗം. അതും പറയുമ്പോൾ അതിന് ഇപ്പുറത്തെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മൾ വന്ന എൻട്രൻസ് ആ സൈഡിലാണ്, ഇത് അപ്പുറത്ത്. അതായത് നമുക്കതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വേറൊരു എൻട്രി ഉണ്ട് അവിടെ. അത് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, എൻ്റെ വണ്ടിയില്ല, നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. നോക്കാം, കാണിക്കാം. ഈ കബ്ബൺ പാർക്ക് എന്നുള്ള സ്ഥലമേ അങ്ങനെ ഇന്നൊന്നും തീരത്തില്ല. ഞാൻ ജസ്റ്റ് നടക്കാനുള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് വേണം ഈ നമ്മൾ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാനൊക്കെ വരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഈ ലോണൊക്കെ ഉണ്ട്. ഈ ഇതിലൊക്കെ വന്നാണ് നമ്മുടെ പാർക്ക് പോലെയൊക്കെയുള്ള സ്ഥലം ഇരിക്കാൻ കൊള്ളാം. ആൾക്കാരൊക്കെ ഇവിടെ പായിട്ടൊക്കെ വന്ന് ഇരിക്കും. ഇത് ഇവിടെയും ഇത് രണ്ട് സ്ഥലത്താണ്. ഇതിനകത്ത് കയറാനൊന്നുമില്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോകാം, ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് മൊത്തം കയറി നടക്കാൻ വയ്യ. അതൊക്കെ ഇനി അടുത്ത വട്ടം. നമുക്ക് ഇന്നിപ്പോൾ എന്തെങ്കിലും നടക്കാനുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടൂർ വരാനുള്ളത് നമുക്ക് അടുത്ത വട്ടം വരാം. ഓക്കെ, നടക്കാൻ ഒരു മൂടില്ല. നടക്കാൻ മൂടില്ല എന്ന് വെച്ചാൽ മൊത്തത്തിൽ നടക്കാൻ മൂടില്ല. അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്ററെങ്കിലും നടക്കാം. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് നടക്കാൻ വയ്യാന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പറഞ്ഞേ. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. ഈ എൻട്രൻസിൽ കൂടെ വരാണെങ്കിൽ ഇമാര് ഫീസ് വാങ്ങിക്കും ചില സമയത്ത്. പക്ഷെ അപ്പുറത്തെ എൻട്രൻസിൽ കൂടെ വരാൻ അവിടെ ഫീസും ഇല്ലൊന്നുമില്ല.
അപ്പോൾ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് നടക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് വരുന്നെങ്കിൽ മാറി ചില സമയത്ത് ഞാനിവിടെ ഒരു വട്ടം വന്നപ്പോൾ അവൻ എൻ്റെ 30 രൂപ വാങ്ങിച്ചു. അത് ഇനി ഓഫീഷ്യലാണോ അല്ലാതെയാണോ അല്ല അവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന തന്നെ അവിടെ കേട്ടോ. ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ചില പോയിന്റുകളുണ്ട്. അവന്മാർ അവിടെ പേ ആൻഡ് പാർക്ക് എന്നാൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും പേ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പാർക്ക് ചെയ്ത സ്ഥലം കണ്ടോ, അവിടെ നിന്ന് പാർക്ക് ചെയ്ത പൈസയും കൊടുക്കണ്ട, അവിടെയൊക്കെ ഫ്രീ ആണ്. എന്തേ അവിടെ നടന്ന് വന്നിട്ട് നടന്ന് വരുമ്പോൾ അടുത്തൊരു സ്ഥലമുണ്ട്. അടുത്ത പബ്ലിക് ടോയ്ലറ്റ് ഇവിടാണ്, ഈ കാണുന്നത്. പേ ആൻഡ് യൂസ്. ഇതുണ്ടോ, എന്തോ വൃത്തികേടാണ്. എന്തോ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെച്ചേക്കാണ്. നേരത്തെ വൃത്തിയാക്കില്ല, അതുകൊണ്ട് ഇപ്പം വൃത്തിയാക്കുന്നു. കാണുമ്പോൾ തന്നെ വൃത്തികേടാണ് ഇപ്പം. ഈ ഒരു സ്പോട്ട് കൊള്ളാം. നമ്മളിവിടെ നിന്ന് കറങ്ങി അടിച്ച് വരുവാണ്. അപ്പോൾ ഇടയ്ക്കുള്ളൊരു റൗണ്ടാണിത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലം. നടന്ന് ഇത് ഇവിടെ ഒരു ഹൈക്കോർട്ടുണ്ട്. ഈ ഹൈക്കോർട്ടിൻ്റെ ബാക്ക് വശമാണ് ഇവിടെ. ഇവിടെ ആൾക്കാർക്ക് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇരിക്കാനൊക്കെ കൊള്ളാം. ഇവിടുത്തെ ഹൈക്കോർട്ട് ഹൈക്കോർട്ട് ഓഫ് കർണാടക. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചില്ലല്ലോ, ഇവിടെയല്ലേ രസം. ഇങ്ങോട്ട് വാ. ഇനി മൊത്തം നടക്കുക തന്നെ, അങ്ങ് വരെ നടക്കുക. ഇവിടെ വണ്ടി സർവീസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് മൊത്തം ചുറ്റി കാണാനൊന്നും. നമ്മൾ ചിലയിടത്ത് കാണത്തില്ലേ, ഇല്ല ഒരു കുറേ ആൾക്കാർ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ടൈപ്പ്, ഒരു മഞ്ഞ കളറല്ലേ, ഒരു ജീപ്പ് കണക്കുള്ള വണ്ടി. ആ സർവീസൊന്നും ഇവിടെ അത് ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. ആൾക്കാർക്കെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ കൊള്ളാം. ഈ സ്ഥലം മൊത്തത്തിൽ ഇവിടെ അങ്ങനത്തെ വഴിയുണ്ട്. പിന്നെ എന്താണ് അവന്മാരെ സർവീസ് നടത്താത്തത്? ബിസിനസ് വളർത്തണമെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ അപ്പനമ്മമാർക്കെല്ലാം അവർക്ക് നടന്നിങ്ങനെ ഒത്തിരി ദൂരം ഒന്നും പോയി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ ഓരോ വണ്ടി സർവീസുകൾ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ആൾക്കാരും വരും. അങ്ങനെ അച്ഛനമ്മമാരൊക്കെ ഉള്ളവരാണെങ്കിൽ അവരവിടെ കൊണ്ടുവരും. നടക്കേണ്ട അവരെ കുറേ സ്ഥലം കാണിക്കുക എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉള്ളവർ അവരെ കൊണ്ടുവരും, വയ്യാത്തവരൊക്കെ. അങ്ങനെയൊക്കെയല്ലേ ബിസിനസ് തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ. നോക്ക്, നമ്മളിന്ന് നടക്കുന്ന റൂട്ട് മാത്രമേ എടുത്തുള്ളേ. കപ്പൻ പാർക്ക് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ മുന്നേ കാണിച്ച ആ കയറിയ ഭാഗം അവിടേക്കാണ് കാണാനുള്ളത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കാണാൻ വേണ്ടി അത്രയൊന്നുമില്ല. അങ്ങോട്ട് കയറി അവിടെ ലൈബ്രറിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ, ആ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗി. അവിടെ നല്ല ഗാർഡനുണ്ട്, നല്ല വിശാലമായിട്ട്. അവിടെ പാം ട്രീ പോലെ കുറേ അവിടെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. നോക്കാം, നമുക്ക് അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ പോവാം. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് പോയാലോ. ഞാൻ ആ വഴിയുള്ളത് കാണിക്കാം. അവിടെ നിന്ന് എങ്ങനെ എൻട്രി ചെയ്യുന്നത് എന്ന് മുതലുള്ള ഞാൻ കാണിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ജസ്റ്റ് വാക്കിംഗ് മാത്രം മതി.
ഇവരാണ് ഇവിടുത്തെ BBMP എന്ന് വെച്ചാൽ BBMP എന്ന് വെച്ചാൽ ബൃഹത് ബാംഗ്ലൂർ മഹാനഗരപാലിക. അവിടുത്തെ വർക്കേഴ്സാണ് സൂപ്പേഴ്സ്. ഈ സൂപ്പേഴ്സിന് എല്ലാം അപ്പോയിൻ്റ് ചെയ്യുന്ന അവരാണ്. കാരണം ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം അലമ്പോ. ഇവരാണ് ഇവിടുത്തെ മെയിൻ. ശരിക്കും പറയാം എല്ലാ നാട്ടിലും ഇതുപോലെ സൂപ്പേഴ്സ് വേണം, നല്ല വൃത്തി ഉണ്ടാകത്തുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഈ റോഡ് തന്നെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇതിപ്പം ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ അഴുക്കും പുഴുക്കും പ്ലാസ്റ്റിക് ഒക്കെ ഉള്ള അതൊക്കെ മാറ്റമല്ലോ. ഇലകളിൽ നിന്നുള്ളതൊന്നും ഡെയിലി ബേസിസിൽ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. വേണമെങ്കിൽ മാറ്റാം, പക്ഷേ പിന്നെയും വരും. എന്നാലും കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. ഇവർ ഇതും ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് നോക്കി ഈ സൈഡെല്ലാം ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഇത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു. ഇവിടുത്തെ എക്സിറ്റിലോട്ട് പോകാം. എക്സിറ്റ് പക്ഷേ സെയിം നമ്മൾ എൻട്രി അടിച്ചത് തന്നെ എക്സിറ്റ്. അവിടെ നിന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇടത്തോട്ട് പോയി അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് കറങ്ങി അടിച്ച് നമ്മൾ ഇപ്പുറത്തുനിന്ന് വന്നു, വലത്തൂടെ വന്നു. നേരെ പോകണമെങ്കിൽ ഇങ്ങനെ നമ്മളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വരാനുള്ളതേ ഉള്ളൂ. ഞാൻ നേരെ കാണുന്നത് അവിടെയാണ്. അവിടെ HALൻ്റെ ഒരു പ്ലെയിൻ അവിടെ ഇതിന് വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് നോക്ക്. ഓക്കെ, ഇത് കാർ വേണമെങ്കിൽ ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ പാർക്കിന് എണ്ണം കൂടി. സൈഡിൽ മുഴുവൻ ഇവിടെ പാർക്ക് ചെയ്യാം. ഇല്ലാണ്ട് ഇത് അപ്പുറത്ത് അവിടെയും പാർക്ക് ചെയ്യാം, അങ്ങേ സൈഡിൽ. പക്ഷെ അങ്ങേ സൈഡിൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡിൽ, ഇതിൻ്റെ അപ്പുറത്തെ റോഡിൽ അവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ മണിക്കൂറിന് 30 ബൈക്കിന്, കാറിന് 50-60 ആയിരിക്കും. ശരി എന്നാ ഓക്കെ, തിരിച്ചെന്നാ വീട്ടിലോട്ട് തന്നെ പോട്ടെ. ഇനി അടുത്തോട്ടം കാണാം നമുക്ക്. നാളെ നമുക്ക് പറ്റുമെങ്കിൽ ഹൽസൂർ ലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വാക്കിങ്, അവിടെ കബ്ബൻ പാർക്ക് വാക്കിങ് കംപ്ലീറ്റഡ്. നമുക്ക് നാളെ ഇനി അടുത്ത ദിവസം എപ്പോഴും നമുക്ക് നോക്കാം. നമുക്ക് മറ്റേ മെയിൻ നമ്മളിപ്പോൾ ഒരു ആൾക്കാരെ കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്കെങ്ങനെ കയറണം, എവിടെ നിന്ന് എൻട്രി ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ ശരി, ബൈ. എൻ്റെ ബൈക്ക് അടുത്തത്